കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. 10ഓളം ട്രേഡ് യൂണിയനുകളാണ് ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെ പണിമുടക്കുന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി 13ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാജ്യത്തെ 10ഓളം ട്രേഡ് യൂണിയനുകളിൽപ്പെട്ട തൊഴിലാളികളുടെ പങ്കാളിത്തത്തോടെ ബുധനാഴ്ച അർദ്ധരാത്രി മുതൽ വ്യാഴാഴ്ച അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. അതേസമയം പണിമുടക്കിന് സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ പണിമുടക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കില്ല. CITU-വും INTUC-യും വെവ്വേറെയാണ് പണിമുടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ യോജിച്ച സമരം വേണ്ടെന്ന KPCC നിർദ്ദേശത്തെ തുടർന്നാണ് INTUC ഒറ്റയ്ക്ക് പണിമുടക്കുന്നത്. ഭരണ പ്രതിപക്ഷ അനുകൂല സംഘടനകൾ പണിമുടക്കിന് പിന്തുണ നൽകുന്നതിനാൽ കേരളം മൊത്തത്തിൽ സ്തംഭിച്ചു. കാസർഗോഡ് ജില്ലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്താത്തതിനാൽ യാത്രക്കാർ വലിയ തോതിൽ വലഞ്ഞു. നഗരങ്ങളിലെ കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടന്നു. ചെറുപട്ടണങ്ങളിൽ തുറക്കാൻ ശ്രമിച്ച കടകളെ സമരാനുകൂലികൾ അടപ്പിച്ചു. എങ്കിലും ഗ്രാമീണ മേഖലയിലെ പലയിടങ്ങളിലും ഒറ്റപ്പെട്ട കടകൾ തുറന്നു പ്രവർത്തിച്ചത് കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായി. സ്വകാര്യ വാഹനങ്ങളെയും ഓട്ടോറിക്ഷകളെയും കർശനമായി തടയാത്തതിനാൽ റോഡുകളും ഇടയ്ക്കിടെ സജീവമായി. പണിമുടക്കിന്റെ ഭാഗമായി പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം സമരാനുകൂലികൾ പ്രകടനവും പൊതുയോഗവും നടത്തി. രാജ്യത്താകെ തൊഴിലാളികൾ അട്ടിമറിച്ച സർക്കാരെ 8 മണിക്കൂർ ജോലി എന്നത് അട്ടിമറിച്ചു കേന്ദ്രക്കാർ. ജില്ലാസ്ഥാനമായ കാസർഗോട്ട് നഗരം ചുറ്റിയ പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡിൽ അവസാനിപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രതാളുകളിൽ തന്നെ അഭിമാനിക്കാവുന്ന ഒരു സമരമുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ടുള്ള അത്യുജ്വലമായ ബഹുജന മുന്നേറ്റത്തിനാണ് ഇന്ന് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. തൊഴിൽ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള ഉജ്ജ്വലമായ നിരവധി പണിമുടക്ക് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമെല്ലാം തന്നെ ഇന്ത്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ പണിമുടക്കിനുള്ള ഒരു പ്രത്യേകത കേവലം തൊഴിലാളികൾ മാത്രമല്ല, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാർ, അങ്ങനെ സമൂഹത്തിൻ്റെ സമസ്ത മേഖലയിലെ മുഴുവൻ വിഭാഗം ജനങ്ങളും പ്രതിഷേധത്തിലാണ്. കാരണം കേന്ദ്രം ഭരിക്കുന്ന വലതുപക്ഷ വർഗീയ പിന്തിരിപ്പൻ ഭരണ സംവിധാനമായിട്ടുള്ള BJP ഗവൺമെൻറ് പൂർണ്ണമായും ജനദ്രോഹ നയങ്ങളും തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ നിലപാടുകളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ അവർ വളരെ അത്യന്തം അപകടകരമായിട്ടുള്ള വർഗീയ ഫാസിസ്റ്റ് നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമായ ബഹുസ്വരത തന്നെ തകർക്കപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയും ഇന്ത്യൻ തൊഴിലാളിയുടെ ഐക്യത്തെയും അവരുടെ സൗഹൃദത്തെയും എല്ലാം നശിപ്പിക്കുന്ന രീതിയിലേക്ക് തൊഴിലാളിയെയും കൃഷിക്കാരനെയുമെല്ലാം ജാതിയുടെയും മതത്തിൻ്റെയും എല്ലാം പേരിൽ അവരെ ഭിന്നിപ്പിച്ച് നിർത്തി മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഈ വിഷയങ്ങളെല്ലാം ജനങ്ങൾക്ക് മുമ്പാകെ ഉയർത്തിക്കാട്ടണം. ഈ ഒരു നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അത്യന്തം ശക്തമായിട്ടുള്ള ബഹുജനരോഷം ഉണരണം. അതിന് സഹായകരമായിട്ടാണ് കോടിക്കണക്കിന് തൊഴിലാളികൾ, കൃഷിക്കാർ എല്ലാവരും പങ്കെടുക്കുന്നത്. അതുപോലെ ഇടതുപക്ഷ പാർട്ടികൾ CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ സമരത്തിന് ശക്തമായി പിന്തുണയും പിൻബലമേകുകയാണ്. അങ്ങനെ ഒരു ബഹുജന സമരമാണ് ഇന്നത്തെ. ചടങ്ങിൽ AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ അധ്യക്ഷനായി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, KSTA സംസ്ഥാന സെക്രട്ടറി A. രാഘവൻ മാസ്റ്റർ, T. പ്രകാശൻ മാസ്റ്റർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുജിത്, AITUC ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി E. രവീന്ദ്രൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ശാന്തകുമാരി, DYFI ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി, പത്രപ്രവർത്തക യൂണിയനിലെ AV പത്മേഷ് തുടങ്ങിയവർ സംസാരിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ സ്വാഗതം പറഞ്ഞു. പൊതുപണിമുടക്കിന്റെ പേരിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. വാഹനങ്ങൾ തടയുന്നവർക്കെതിരെയും നിർബന്ധിച്ച് കടകൾ അടപ്പിക്കുന്നവർക്കെതിരെയും കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ജനജീവിതത്തെ സാരമായി ബാധിക്കാത്ത രീതിയിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസിനെ വിന്യസിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.